നിങ്ങളൊക്കെ പറയുന്ന ഫുട്ബോളിലെ വലിയ വലിയ താരങ്ങളുണ്ടല്ലോ, ആ താരങ്ങളിൽപ്പെട്ട ഒരാൾ, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്കൂളിലേക്ക് പോകുമ്പോൾ ഷോർട്ട് ലെഗർ എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ഷോർട്ട് ലെഗർ എന്ന് പറഞ്ഞാൽ കുഞ്ഞിക്കാലൻ എന്നാണ്. കുഞ്ഞിക്കാലൻ എന്ന പേര് കേട്ടിട്ടാണ് ആ കുട്ടി വളർന്നത്. അതുകൊണ്ട് കുഞ്ഞിക്കാലൻ, ദ ഷോർട്ട് ലെഗർ എന്ന പേര് വിളി കേട്ട് അമ്മൂമ്മയുടെ അരികിൽ വന്നിട്ട് കരഞ്ഞ് പറയാണ് ഒരു ദിവസം. ഹിസ്റ്ററി ഒന്ന് എടുത്തു നോക്ക് നിങ്ങൾ. അമ്മൂമ്മയുടെ അരികിൽ വന്നിട്ട് പറയാണ്, എന്നെ കുഞ്ഞിക്കാലൻ എന്ന് വിളിക്കുന്നു. ഉയരമില്ലാത്ത കുട്ടിയാണ്, കാലും ചെറുതാണ്. അന്ന് അമ്മൂമ്മ അറിയാതെ പറഞ്ഞൊരു വാക്കാണ്, മോനെ, ഈ കുഞ്ഞിക്കാല് കൊണ്ട് നീ ഇതിഹാസം സൃഷ്ടിക്കുമെന്ന്, ഈ കുഞ്ഞിക്കാല് കൊണ്ട് നീ ഇതിഹാസം സൃഷ്ടിക്കുമെന്ന്. ആ കുട്ടി പിന്നീട് അത് അറിഞ്ഞില്ല, ഇതുകൊണ്ട് ഇതിഹാസം സൃഷ്ടിക്കുമെന്നും. കഴിഞ്ഞ വേൾഡ് കപ്പില് ഖത്തറിൽ വെച്ചിട്ട് ലോകകപ്പ് ഏറ്റുവാങ്ങിയിട്ട് ആകാശത്തിലേക്ക് ഇങ്ങനെ 2 കൈകൾ ഉയർത്തിക്കൊണ്ട് സഞ്ചരിച്ചപ്പോ അന്ന് പത്രക്കാര് ചോദിച്ചു, എന്താ നിങ്ങൾ ആകാശത്തേക്ക് കൈ ചൂണ്ടുന്നത് എന്ന്. മൈ ഗ്രാൻഡ് മൈ ഈസ് ദെയർ. എന്നോട് അന്ന് കുഞ്ഞിക്കാല, നീ നിന്റെ കാലുകൊണ്ട് ഇതിഹാസം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ എന്റെ അമ്മൂമ്മയുണ്ട് ആകാശത്തിന്റെ ലോകത്ത് എന്നാണ് ദ ഗ്രേറ്റ് ലയണൽ മെസ്സി അന്ന് ലോകത്തോട് മറുപടി പറഞ്ഞത്. ആ മെസ്സിയുടെ പേരാണ് എന്ത്, ഈ കുഞ്ഞിക്കാലൻ എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് ഏതെന്ന് ചോദിച്ചാൽ, ഒരു കുഞ്ഞിക്കാല് കൊണ്ട് ഇതിഹാസം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഓരോരുത്തരും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ കിനാബുകളാണ്, ഡ്രീംസ് ആർ ദ മോസ്റ്റ് ആൻഡ് പവർഫുൾ എനർജി എന്ന് നമ്മൾ പറയുന്നത്. ഓരോ കിനാബുകളും ഓരോ ആളുകളുടെ തലോടലുകളുമാണ്. ഇവിടെ ഇപ്പൊ നിന്ന് ആളുകൾ വന്നിട്ട് സംസാരിക്കുന്നില്ലേ? ആ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങളെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സംസാരിക്കുന്നത്. ഒരു തലോടൽ, ഒരു ചാരത്ത് ചേർക്കൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് പോകാനുള്ള കാരണമായേക്കാം. 11ാമത്തെ വയസ്സിൽ വിശന്നുകൊണ്ട്, കഥ നിങ്ങൾക്കറിയുന്നതാണ്, വിശന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയും അവസാനം ഒരു ബർഗർ ഷോപ്പിലെത്തുകയും തന്റെ 3 സഹോദരങ്ങൾ മുമ്പിലുണ്ടായത് കൊണ്ട് വിശന്ന് വലഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ആ ബർഗർ ഷോപ്പിൽ നിന്ന് മുതലാളി ഇറങ്ങിപ്പോകാൻ വേണ്ടി പറയുന്നു. കഥ നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കാണുക. എന്നിട്ടൊരു പാവം സ്ത്രീ ഇങ്ങനെ ബാക്കോട്ട് വിളിക്കുന്നു, അടുക്കളയുടെ ഭാഗത്തേക്ക് ബർഗറുകാരി വിളിക്കുന്നു. എന്നിട്ട് ബർഗർ ഉണ്ടാക്കുന്ന സ്ത്രീ അന്ന് ഒരു ബർഗർ കൊടുത്ത് രാത്രി 1:30 മണിക്ക് അത് കടിച്ചുകൊണ്ട് തന്റെ ലോകത്തേക്ക് നടന്നിറങ്ങിയ ഒരു പാവം കുട്ടിയുണ്ട്. കാലങ്ങൾക്ക് ശേഷം തന്റെ രാജ്യത്ത് വന്നിറങ്ങുന്ന സമയത്ത് തന്റെ രാജ്യത്തിന്റെ എയർപോർട്ടിന് പോലും ഈ കുട്ടിയുടെ പേരായിരുന്നു ദ ഗ്രേറ്റ് റൊണാൾഡോ എന്നാണ് ആ മഹാമനുഷ്യന്റെ പേര്. എന്ന് വെച്ചാൽ റൊണാൾഡോ എന്നുള്ള പേര് ഈ ലോകത്തേക്ക് എത്തുന്നത് അതിന്റെ പേരിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ, സമയമില്ലാത്തത് കൊണ്ട് അധികം ബന്ധിപ്പിക്കാൻ സമയമില്ല. ആ റൊണാൾഡോ എന്നും അമ്മയുടെ പേര് കേട്ടാൽ അങ്ങോട്ട് ഓടിയെത്താറുണ്ട്. നിങ്ങൾക്ക് വേൾഡ് കപ്പ് വേണോ, അത് അമ്മയുടെ കൂടെ ജീവിക്കണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി, വേൾഡ് കപ്പല്ല എനിക്ക് മെയിൻ, അതിനേക്കാൾ വലുത് എന്റെ അമ്മയാണ് എന്ന് മറുപടി പറഞ്ഞിട്ടുള്ള ഒരു ഗ്രേറ്റ് റൊണാൾഡോയെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട്, നമ്മൾ എത്ര ഉയരങ്ങളിലേക്ക് പോയാലും, ലോകത്തിന്റെ മഹാതലങ്ങളിലേക്ക് ഉയർന്നു പോയാലും, റൊണാൾഡോ നിങ്ങൾക്കൊരു കളിയുടെ മാതൃക മാത്രമല്ല, ജീവിതത്തിൻ്റെത് കൂടിയാണ് എന്ന് തിരിച്ചറിയണം. ഞാൻ ടാറ്റു ധരിക്കാറില്ല, ടാറ്റു ചെയ്യാറില്ല, കാരണം എനിക്ക് ആളുകൾക്ക് ബ്ലഡ് കൊടുക്കണമെന്ന് പറയുന്നതും റൊണാൾഡോയാണ്. കളിക്കാർ ഇന്ന് അദ്ദേഹം കളിക്കുന്നത് സൗദി അറേബ്യയിലാണ്. കളിക്കാരോട്, തന്റെ കൂടെയുള്ള കളിക്കാരോട് പോയിട്ട് നിസ്കരിച്ചിട്ടു വാ എന്ന് ഏറ്റവും കൂടുതൽ പറയുന്ന കളിക്കാരന്റെ പേര് കൂടി റൊണാൾഡോയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ അദ്ദേഹത്തെ വാഴ്ത്തി പറയാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ നിങ്ങൾ അറിയേണ്ടുന്ന കാര്യമുണ്ട്. ആ കുട്ടി പഠിക്കാത്ത ഒരു സന്ദർഭം ഇതേ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫീസ് അടക്കാത്തതിന്റെ പേരിൽ അരിശത്തോടുകൂടി ടീച്ചർ പറഞ്ഞത് പുറത്തു പോയെന്ന്. ഫീസ് അടക്കാൻ കയ്യിൽ പൈസയില്ല, പുറത്തു പോയെന്ന് പറഞ്ഞപ്പോ ആ പാവം പയ്യൻ പുറത്തേക്ക് ഇറങ്ങാൻ. എന്നിട്ട് ആ ടീച്ചർ കമന്റ് കൂടി പറഞ്ഞു, നീ ഒരു ഫിഷ് മർച്ചന്റ് ആകുക നല്ലത്, മത്സ്യ കച്ചവടക്കാരനായിക്കോ എന്നൊരു കമന്റും പറഞ്ഞു. പോകുന്ന കൂട്ടത്തിൽ പറഞ്ഞു, അച്ഛനെയും കൂടെ കൂട്ടിക്കോ എന്ന്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹിസ്റ്ററി. അച്ഛനെയും കൂടെ കൂട്ടിക്കോ എന്ന് പറഞ്ഞപ്പോഴാണ് തന്റെ കസേര എടുത്തുയർത്തിയത്. പാവം ടീച്ചർ കടി കൊണ്ടില്ല എന്നുള്ളൂ, അരിശം കൊണ്ട് കസേര എറിഞ്ഞ് പുറത്തേക്ക് പോന്ന ആ കളിക്കാരന്റെ പേര് കൂടിയാണ് ദ ഗ്രേറ്റ് റൊണാൾഡോ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ പറഞ്ഞു മനസ്സിലാക്കുന്നത് നമ്മുടെ സ്കില്ല് കൊണ്ട്. ഇത് ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയോ, ഈ മെസ്സിയെയും റൊണാൾഡോയെയും ഞാൻ പറയുന്നത് സത്യത്തിൽ നിങ്ങൾ ആവേശം കൊള്ളിക്കാനല്ല, പക്ഷെ അവരിൽ നിന്ന് ചില പാഠങ്ങളുണ്ട്. അവർ പഠനത്തിലല്ല കോൺസെൻട്രേറ്റ് ചെയ്തത്, അവർ സ്കിൽസിലാണ്. ജീവിതത്തിൽ അവർ ഉണ്ടാക്കിയത് സ്കിൽസാണ്, അവരുടെ മേഖലയിലെ സ്കിൽസാണ്. നിങ്ങൾ നിങ്ങളുടെ മേഖലയിലെ സ്കിൽസാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. എന്തൊരു കാര്യം പറഞ്ഞാലും അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തഡോളജി അറിയുന്ന ആളുകളായി നിങ്ങൾ മാറണമെന്നതാണ്. പിന്നെ ഞാൻ ഇവരെ കുറിച്ച് പറയാനുള്ള മറ്റൊരു കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ ഓരോ ആളുകളും ഉണ്ടല്ലോ,
അവർ ലൈഫിൽ കുറച്ചൊക്കെ വാല്യൂസ് കൊണ്ട് നടക്കുന്നു. മറ്റവരുടെ നെഗറ്റീവ് പോയിന്റിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. ഞാൻ പറഞ്ഞ വാല്യൂസ് ഇതാണ്. അഥവാ മാതാപിതാക്കളെ സ്നേഹിക്കുക എന്ന് പറയുന്ന അദമ്യമായ ഒരു സ്നേഹത്തിന്റെ വക്താക്കൾ കൂടിയാണ് ഇവർ എന്നതാണ്. അഥവാ തനിക്ക് ലോകകപ്പ് കിട്ടിയപ്പോ ഇങ്ങനെ ആകാശത്തേക്ക് ചൂണ്ടിയിട്ട് തന്റെ അമ്മൂമ്മക്ക് കൊടുത്തൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ, ആ കമ്മിറ്റ്മെന്റ് നമ്മുടെ അമ്മൂമ്മക്കും നമ്മൾ കൊടുക്കാനുള്ളതാണ്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അഥവാ